കൊല്ലം ജില്ലാ നിവാസികൾക്ക് ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ ചേർത്ത് വച്ചിട്ടുള്ള സ്ഥലങ്ങളായ കൊല്ലം ബീച്ച്, അഴീക്കൽ ബീച്ച്, മൺട്രോത്തുരുത്ത് തുടങ്ങിയ സ്ഥലങ്ങളോടൊപ്പം നാളെയുടെ ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന കൊല്ലം ജില്ലയുടെ പുതിയ സ്ഥലം ലങ്ക. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കുന്നത്തൂർ താലൂക്കിൻ്റെ പരിധിയിൽ വരുന്ന ഈ സ്ഥലം, ഇതിൻ്റെ അങ്ങേയറ്റം ആ കടത്ത് ചെന്ന് അവസാനിക്കുന്നത് കരുനാഗപ്പള്ളി മണ്ഡലത്തിലേക്കാണ്. ഇവിടെ നിന്നും കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളായ ഇടക്കുളങ്ങര, വെളുത്തമടൽ, തൊടിയൂർ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. ഏകദേശം 30ഓളം കുടുംബങ്ങൾ ഐക്യമനസ്സോടെ താമസിക്കുന്ന ഈ ഒരു സന്തോഷ പ്രദേശത്ത് ഇവിടുത്തെ പ്രദേശനിവാസികൾക്ക് ഒരു ചെറിയ വിഷമമുണ്ട്. ഇത് വേണുചേട്ടനാ, ഇവിടുത്തെ കടത്തുകാരനാ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന സഞ്ചാരികളെയും അല്ലെങ്കിൽ ആവശ്യക്കാരെയും മറുകരയ്ക്കൽ എത്തിക്കുന്നതും അവിടെ നിന്ന് തിരിച്ച് ഇക്കരയ്ക്കൽ എത്തിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. രാവിലെ 6 മണിക്ക് ജോലി തുടങ്ങൂല്ലേ ഏട്ടാ? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു അധ്വാന പ്രവർത്തനം. അപ്പോഴേ ഞാനിപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ പ്രദേശവാസികൾക്ക് പൊതുവെ ചില സങ്കടങ്ങളുണ്ട്. വേണുചേട്ടനും കുറച്ച് പറയാനുണ്ട്. ഞങ്ങളൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു, കൂടുതൽ പറയാനുണ്ട്. ഞാനേ വേണുചേട്ടൻ്റെ കയ്യിലോട്ടൊന്ന് മൈക്ക് കൊടുക്കുക, അദ്ദേഹത്തിന് പറയാനുള്ളതൊന്ന് കേട്ടോളൂ. ഇവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എന്ന് പറയുമ്പോൾ ഇത് കുന്നത്തൂർ താലൂക്കിൻ്റെയും കരുനാഗപ്പള്ളി താലൂക്കിൻ്റെയും ഇടയിലുള്ള ഒരു ആറാണ് പള്ളിക്കലാറ്. ഇവിടുത്തെ ഗതാഗതം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 25 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലത്തിന് ഞങ്ങളെ ഇവിടുത്തെ ഒരു MLA ഞങ്ങൾക്ക് അത് വളരെ യാഥാർത്ഥ്യമാക്കി തരാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കത് ഫണ്ടെല്ലാം പാസ്സായിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറയുന്നത്. എല്ലാം ആയിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ, അന്ത്യാഭ്യാസം പോകുന്ന സ്ത്രീകൾ, പിന്നെ കട്ടച്ചുളയിൽ വരുന്ന ജോലിക്കാർ, പിന്നെ യാത്രക്കാർ, ഇങ്ങനെ നിരവധി ആദികൾ ഇതിലെയുള്ള ഗതാഗതം ഉള്ളതാണ്. വെള്ളപ്പൊക്ക സമയത്താണെങ്കിൽ വളരെ ദുരിതമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അത് സാധിച്ചു തരും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് സാധീകരിക്കുക എന്നുള്ളതാണത്. സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കും. വേറെ എന്തെങ്കിലും ഇവിടെ താമസിക്കുന്നതിന് നമുക്ക് അല്ലാത്ത ബുദ്ധിമുട്ട് ഈ വെള്ളപ്പൊക്ക സമയത്ത് വലിയ ദുരിതമുണ്ട്. കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല വെള്ളം. പിന്നെ ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല അന്തരീക്ഷം നല്ലതാണ്. വളരെ ഞങ്ങൾക്ക് ചൂട് വലുതായിട്ട് അനുഭവത്തില്ല. ഒരുപാട് ആളുകൾ കൂളിംഗ് ആണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഇത് സ്ഥലം കാണാനും അങ്ങനെയൊക്കെ ഉള്ള ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്കൊരു ഗതാഗതം വേണമെങ്കിൽ ഒരു 4-5 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഞങ്ങൾ പിന്നെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വേണുചേട്ടൻ്റെ സങ്കടം കണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രദേശവാസിയാണ്, ഇവിടുത്തെ ഏക കടത്തുകാരനും കൂടിയിട്ടാണ്. അപ്പോൾ 13 മണിക്കൂറുകളുള്ള ഒരു ദിവസം അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് യഥാർത്ഥത്തിൽ വേണുചേട്ടൻ്റെ സങ്കടമല്ലായിരുന്നു, ഇതൊരു പ്രദേശത്തിൻ്റെ ആകമാന സങ്കടമാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ അങ്ങേയറ്റം വന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് നമ്മൾ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമാകരുത്. ഈ പ്രദേശത്തിൻ്റെ ഈ ഒരു ദുരിതാവസ്ഥ, ഇവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരവസ്ഥ ഇത് ലോകം അറിയണം. ഇതിന് നല്ലൊരു പരിഹാരം വേണം. ആ പറഞ്ഞിരിക്കുന്ന ആ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ടോക്കൺ അനുവദിച്ചിരിക്കുന്ന ആ 10 കോടിയുടെ പാലം ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യത്തിലാകണം. യാഥാർത്ഥ്യത്തിലായാൽ സംഭവിക്കുന്നത് കണ്ടില്ലേ? ജസ്റ്റ് കരുനാഗപ്പള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ 5.5 കിലോമീറ്റർ യാത്ര ചെയ്യണം. 20 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ സാമൂഹിക ബാധ്യതയുള്ള ജീവികളാണ്, മനുഷ്യൻ. അപ്പോൾ മാനുഷികപരമായിട്ടുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നും കാഴ്ചക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരുപക്ഷെ നമുക്ക് നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിമാനിക്കാനും അഹങ്കരിക്കാനും കഴിയുന്ന ഒരു വലിയ പ്രദേശമാക്കി നമ്മുടെ ഈ ലങ്കയെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഇനിയും കുറേ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി.